ഹൈ ഗൈസ്, പ്ലീസ് വെൽക്കം ടു കിസാൻ വാണി വ്ളോഗ്സ്. ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ടതായ എള്ളുണ്ട. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കിലോ എള്ളെടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് ശരിയാക്കിയിട്ട് എള്ളുണ്ട റെഡിയാക്കാം. ഇതിപ്പോ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ എള്ളാണ്. എള്ള് വാങ്ങിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി എടുക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് പൊടി അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് തുകർത്തിയെടുക്കാം. നല്ലപോലെ വെള്ളമില്ലാത്ത രീതിയിലൊന്ന് തുകർത്തിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് എള്ളിൽ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, അയൺ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ടാണ്, ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലുകൾക്കും പല്ലുകളും ഒക്കെ നല്ല ബലം കിട്ടും. എള്ളിട്ട് കൊടുക്കാം. രക്തക്കുറവുള്ളവർക്ക് രക്തം ഉണ്ടാകും. അനീമിയ പോലുള്ള അസുഖങ്ങൾ മാറി കിട്ടും. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. എള്ള് നമ്മൾ കൊടുക്കുക. അപ്പൊ എള്ളൊന്ന് നമുക്കിനി വറുത്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോ ഇതൊന്ന് റെഡിയായി വരുമ്പോ എള്ളിങ്ങനെ ടപ്പ് എന്ന് പറഞ്ഞ് പൊട്ടാൻ തുടങ്ങും. അന്നേരം എള്ള് പാകമായിട്ടുണ്ടെന്നുള്ള അതിന്റെ വെള്ളമൊക്കെ മാറിയിട്ട് റെഡിയായി വരും. ഇങ്ങനെ എള്ള് നമ്മളെ ഇളക്കി അത് പാകമാകുക എന്ന് പറഞ്ഞാൽ ഇത് പടപടാന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും. അങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിത് അതിനത് പാകമായെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. നമ്മുടെ എള്ള് ഇതിപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഉണ്ടാ പൊട്ടുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് കാഷ്യൂനട്ട് ഇഷ്ടമുള്ളവർക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അല്ലാത്തവർക്ക് ഗ്രൗണ്ട് നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു. ശേഷം നമ്മളിങ്ങനെ ഇളക്കി കാഷ്യൂനട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ച് അങ്ങനെ ചെറുതായിട്ടാണ് ഇട്ട് കേട്ടോ. പൊടിച്ച് വേണമെങ്കിലും ഇടാൻ കുഴപ്പമില്ല. ഇത് നമുക്കൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടൊരു അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് കഷ്ണങ്ങളായിട്ടുള്ള ഇത് ഇട്ടത്. അപ്പം ഇതൊരു 1 മിനിറ്റ് ഇങ്ങനെ നമ്മളിത് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റും ഒരു സ്മെല്ലും ഒക്കെ കിട്ടും. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ അതിങ്ങനെ ഇളക്കി മിക്സാക്കി പിടിപ്പിക്കുക. ഇപ്പോൾ കൂടുതലിങ്ങനെ ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം. ഈ കരിപ്പെട്ടി നമുക്കൊന്ന് ഒരു 200 ഗ്രാം എടുത്ത് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഇനി ഒന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുക്കി റെഡിയാക്കട്ടെ. നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് ഉരുക്കിക്കോട്ടെ. നന്നായിട്ട് ഉരുക്കി വരുന്നുണ്ട്. ഇതെല്ലാം ഒരു ശകലം കൂടെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വേണം ഇതൊന്ന് ഉരുക്കി എടുക്കാനായിട്ട്. 2-3 മിനിറ്റ് വേണം ഒന്ന് ഉരുക്കി നന്നായിട്ട് വരാൻ. പതഞ്ഞ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കരിപ്പെട്ടി പാനി ശരിയായിട്ടുണ്ട്. നമുക്കത് ഇറക്കിന് താഴെ വയ്ക്കാം. അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനി അങ്ങോട്ട് ഒഴിക്കാം. അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ പാനി. അപ്പൊ നമുക്ക് ഈ പാനിയുടെ സാവധാനത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് കൊടുക്കാം.
ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതങ്ങ് മിക്സാക്കി മിക്സാക്കാം. കാരണം ഒരുപാട് വെള്ളമാകാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്കിത് കൈകൊണ്ട് ഉണ്ട പിടിച്ചെടുക്കേണ്ടതല്ലേ. അപ്പോൾ ഒരു ചെറിയ ഇതിൽ നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ കുറച്ച് ടൈറ്റാക്കി എടുക്കണം. അല്ലെ നമുക്ക് കൂടുതൽ ടൈറ്റ് ആയിരുന്നു. കൂടുതൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ മാതിരി ടൈറ്റാക്കി റെഡിയാക്കി നമുക്ക് എടുത്തിട്ട് ഒരു 2 മിനിറ്റെങ്കിൽ ഇങ്ങനെ റെഡിയാക്കണം. എന്നാലും ഇതൊന്ന് മിക്സായിട്ടൊന്ന് ഉണ്ട പിടിക്കാൻ പറ്റിയ പരുവത്തിനകത്തുള്ളൂ. ഏകദേശം ആയി വരുന്നുണ്ട്. ായിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഏലക്കാപ്പൊടി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ വറുത്ത് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം ഇത് കൂടുതൽ ദിവസം ഇരിക്കത്തില്ല. 1-2 ദിവസത്തിൽ കൂടുതൽ തേങ്ങ ചേർത്ത് ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇറക്കി താഴെ വയ്ക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് എള്ളുണ്ടയാക്കി എടുക്കാം. സുഹൃത്തുക്കളെ, നമ്മളെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ റെഡിയായി കഴിഞ്ഞൊരു 15-20 മിനിറ്റിന് ശേഷം നമ്മളിങ്ങനെ ഉണ്ട പിടിച്ചെടുക്കാവുള്ളൂ. അല്ല നമുക്ക് കറക്റ്റായിട്ട് ഉണ്ട കിട്ടത്തുള്ളൂ. എന്താ നമുക്ക് 10-30 എള്ളുണ്ട കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.